ഹലോ അസ്സലാമു അലൈക്കും. ഷെൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സമൂസയുടെ ഫില്ലിങ്സ് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ഒക്കെ തലച്ചോറുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു സമൂസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ ബീഫിൻ്റെ തലച്ചോറ് കിട്ടുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഈ തലച്ചോറ് റെഡിയാക്കുമ്പോൾ തന്നെ നമുക്ക് നന്നാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമൂസ കഴിക്കാനാണെങ്കിലും കിടിലൻ തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബീഫിൻ്റെ ഈ തലച്ചോറിൻ്റെ ഒരു ചൊവയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് മുട്ടത്തോരൻ വെച്ചിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴുകി വെച്ച തലച്ചോറിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങോട്ട് എന്താ പറയുക ഞെരടി എടുക്കൂലേ, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാൻ ചോപ്പറിലിട്ടിട്ട് 2 തവണ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 സെക്കൻഡ് അടിക്കാവുള്ളൂ കേട്ടോ. 1 സെക്കൻഡ് ഒന്നും അടിച്ച് ഓഫ് ചെയ്യുക, അടുത്തതൊന്നും ഞാൻ 2 തവണ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് അരച്ചങ്ങോട്ട് പോവണ്ട. കണ്ട അതുപോലെ തന്നെ നമ്മളിത് കഴുകി വെക്കുന്ന സമയത്ത് അതുപോലെ ഒരു അരിപ്പയിൽ തന്നെ കഴുകി വെക്കുക. എന്നിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം ഒട്ടും ഇല്ലാണ്ട് വേണം നമുക്ക് ഇത് അരയ്ക്കാനും ഉണ്ടാക്കാനും കേട്ടോ. അതിലേക്ക് ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണ് കേട്ടോ. അപ്പോൾ 2 സവോള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്താലും മതി. അപ്പോൾ ഞാനിത് കത്തി വെച്ചിട്ടാണ് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 3-4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കതെല്ലാം കൂടിയിട്ട് നമ്മൾ ആ ഒരു കലക്കി വെച്ചിട്ടുള്ള തലച്ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ ഒരു തലച്ചോറ് കഴുകി വൃത്തിയാക്കിയതിനെ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടെ തിരുമ്മിയെടുത്താൽ മതി. അപ്പം ഞാനിതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് കറക്കാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെല്ലാം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ 5 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 4 മതി എന്ന് തോന്നിയപ്പോൾ ഞാൻ 4 എടുത്തോളൂ കേട്ടോ. മുട്ടയുടെ അളവ് കൂടിയാലും കുറഞ്ഞു പോകണ്ട കേട്ടോ. മുട്ടയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തലച്ചോറിൻ്റെ ചുവയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. അടിക്കുന്ന സമയത്ത് മേലേക്ക് കയറണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. നമുക്ക് തക്കാളി സവോളയൊന്നും ഇനി അരിഞ്ഞു പോകണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനുള്ള ഒരടി കേട്ടോ, അത് മതി. അപ്പം നിങ്ങൾ കൈ വെച്ചിട്ടാണെങ്കിൽ കൈ വെച്ചിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒറ്റ അടി അടിച്ചിട്ടുള്ളൂ, 1 സെക്കൻഡ് കേട്ടോ. നമുക്കിത് ഈ രീതിക്കാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ തലച്ചോറ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അടിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഫുള്ളായിട്ട് വാർത്ത് കളയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ തന്നെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചിക്കറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒത്തിരി ഒഴിച്ച് കൊടുക്കണ്ട, എന്താണെങ്കിൽ ഓയിലായാലും എണ്ണയായാലും വെളിച്ചെണ്ണയായാലും ഒത്തിരി ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തലച്ചോറിൻ്റെ ആ ഒരു പാകം വേറെ രീതിയിലായിട്ടേ വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് റെഡിയാക്കി എടുക്കണം കേട്ടോ. കൈ എടുക്കാണ്ട് അതുപോലെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോട്ടെ. നമുക്ക് ഇതിൽ നിന്നുള്ള വെള്ളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, അതുപോലെ അരയ്ക്കുമ്പോഴും ഫുള്ള് ഡ്രൈ ആയിട്ടാണ് ഇട്ട് കൊടുത്തുള്ളത്. പക്ഷേ ഇതിൽ ഒരു വെള്ളം ഉണ്ടാവും തലച്ചോറിൽ. അപ്പോൾ അത് ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ സ്കിപ്പ് ചെയ്യാണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നമ്മൾ വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ അതേപോലെ വെള്ളം നന്നായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു തലച്ചോറിൽ വെള്ളം ഉണ്ടാവും. അപ്പം അത് പെട്ടെന്ന് തന്നെ നല്ലപോലെ വെള്ളം ഫുള്ള് വറ്റിയാൽ മാത്രമേ നമുക്കത് ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഈ ഒരു പാകമായി വരുന്ന സമയത്ത് നമുക്ക് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അടിക്ക് പിടിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, ആ രീതി ആവുന്ന സമയം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി.
ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാറായിട്ടുണ്ട്. ആ സമയം ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യൂലേ അപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ഫ്ലേവർ നമുക്കതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ് നമുക്കൊരു പലഹാരം കഴിക്കുമ്പോൾ കേട്ടോ. അതെല്ലാം നമ്മളിങ്ങനെ തോരനാക്കി കഴിക്കുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കാറില്ല. അപ്പം ഇനി ഇത് ചൂടാറട്ടെ കേട്ടോ. അപ്പം അതാ തലച്ചോറൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഇത് മുഴുവനും ഞാൻ സമൂസ ഉണ്ടാക്കൂല, കുറച്ച് നമുക്ക് ചോറിലേക്ക് ഉപ്പേരി പോലെ ചോറിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. അപ്പം ഇനി ഇതാ നമുക്ക് ഇതൊന്ന് സമൂസ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതാ സമൂസ ഷീറ്റിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി മൈദ പേസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഈ 2 എണ്ണമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പം അത്യാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ നല്ലവണ്ണം ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് നിറച്ച് കൊടുക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ ഈ ഒരു തലച്ചോറ് കഴിക്കാൻ കിട്ടുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം നമുക്കിത് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ആ ഒരു ഗമ്മ് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള സമൂസ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോന്ന് ഇട്ടിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് വലിയ പാനാണ്, ഇത്തിരി കൂടുതൽ ഓയിലും ഒഴിച്ചിട്ട് നിങ്ങൾക്ക് 3ഉം 4ഉം ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓയിൽ കുറച്ച് മതിയാകും, അതുകൊണ്ടാണ് ചെറിയൊരു പാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ബാക്കി മുഴുവനും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അടിപൊളിയായിട്ടുള്ള തലച്ചോറ് വെച്ചിട്ടുള്ള സമൂസ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തലച്ചോറിൻ്റെ ഒരു ചൊവയോ ഒന്നും ഉണ്ടാവില്ല. തലച്ചോറ് കഴിക്കാത്തവർ പോലും കഴിക്കും. നമ്മൾ ഉണ്ടാക്കിയില്ലേ തലച്ചോറ് തോരൻ പോലെ ഉണ്ടാക്കിയില്ലേ, അങ്ങനെ നിങ്ങൾ തലച്ചോറ് ബീഫിൻ്റെ തലച്ചോറോ ഒക്കെ കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബീഫിൻ്റെ തലച്ചോറ് കഴിക്കാത്തവരും കഴിക്കും കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് മുട്ടയുടെ അളവ് ഇത്തിരി കൂട്ടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ തലച്ചോറ് വെച്ചിട്ടുള്ള സമൂസ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടമാവും. നമ്മുടെ എരിവൊക്കെ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അതുപോലെ മുട്ടയുടെ അളവ് കുറച്ച് കൂട്ടുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.